കേരളത്തിൽ വകുപ്പ് ഉണ്ടായതിനു ശേഷമല്ലേ ടെസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തേനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. പിന്നീട് ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇന്നത്തെ ദിവസമാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഹെവി ടെസ്റ്റ് കഴിഞ്ഞു. 33 ആളാണ് ടോട്ടൽ ഉണ്ടായത്. അതിൽ 3 ആൾ ഫെയിലായി, ബാക്കി 30 ആൾ പാസ്സായി. അടിപൊളി ടെസ്റ്റ് ആയിരുന്നു. എന്താ ടെസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഒന്നും പറയാനില്ല. നല്ല ടെസ്റ്റ് ആയിരുന്നു. നല്ല ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ല ടെസ്റ്റ് ആയിരുന്നു. ഇതുവരെ ഉള്ള ടെസ്റ്റ് നല്ലതല്ല എന്നുള്ളതല്ല, ഇന്നത്തെ ടെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വനിതാ ജോയിന്റ് RTO ഹെവി ടെസ്റ്റ് നടത്തിയ ഒരു ദിവസമാണ് ഇത്. അതും ചിറ്റൂർ താലൂക്കിലെ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെസ്റ്റായിരുന്നു അവർ നടത്തിയത്. അവർ കൃത്യമായി MBI വന്ന് ഗ്രൗണ്ടിലുള്ള ബാക്കിയുള്ള MBI വന്ന് ഗ്രൗണ്ടിൽ ടി ടെസ്റ്റ് നടത്തി അവിടുന്ന് എല്ലാവരും പാസ്സായി. അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് വരുന്നതിന് മുൻപ് അവർ വന്നിരുന്നു, വണ്ടിയിൽ വന്നിട്ട് എല്ലാവർക്കും നല്ലൊരു ക്ലാസ് കൊടുത്തു. എന്തൊക്കെയാണ് അവർ പറഞ്ഞത് നിങ്ങളോട്? വേഗത വളരെയധികം ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുക, പിന്നെ വേഗത നിയന്ത്രിച്ച് ഓടിക്കുക. പിന്നെ റോഡിലൂടെ നമ്മൾ മാത്രമല്ല അപ്പുറത്തും ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, അവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് മത്സരബുദ്ധി ഇല്ലാതെ വാഹനം ഓടിക്കാനാണ് പ്രധാനമായിട്ടും വേഗം പറഞ്ഞ കാര്യം. പ്രത്യേകിച്ച് സ്പീഡിന്റെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻസിന് കാരണമാവുന്ന സ്പീഡാണ്. അപ്പം ആ സ്പീഡ് നമ്മൾക്ക് കൺട്രോൾ ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം ഹൈവേ എന്ന് പറഞ്ഞാൽ 65 പറഞ്ഞാൽ പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് 65 പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ എനിക്ക് 65 അവിടെ അനുവദിച്ചിട്ടുള്ളതാണ്, എനിക്ക് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ ആക്സിഡൻസിന് ചാൻസ്. ഒരു മത്സര ഓട്ടയും അല്ലേ, മത്സര ഓട്ടം ആദ്യം എത്താനുള്ള ഒരു പ്രവണത, മറ്റുള്ള ആൾക്കാരെ കേട്ടുന്നതിനുമ്പ് എൻ്റെ വണ്ടിയിൽ കൂടുതൽ ആൾക്കാരെ കേൾപ്പിക്കാനുള്ള ഇത്, എസ്പെഷ്യലി പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴേ അങ്ങ് മാറ്റിയേക്കണം. അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് വേണ്ട. നമുക്ക് സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുക, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ വിശ്വസിച്ചാണ് ആ വണ്ടിയിൽ ആൾക്കാരെല്ലാം കയറിയിരിക്കുന്നത്. അവർക്ക് ഒരു ബോറിലും ഉണ്ടാവാതെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്വം. പക്ഷേ ഈ സ്പീഡെന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആക്സിഡൻസും നമുക്ക് ഒഴിവാക്കാം. അറ്റ്ലീസ്റ്റ് ഫേറ്റാലിറ്റി, ഗ്രീവസ് ഇഞ്ചുറി എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്ഷമിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പഠിക്കുക. അങ്ങനെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ലൈസൻസ് തരുള്ളൂ. കൃത്യമായി നോക്കും, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നോക്കും, ഓരോ മൂവ്മെൻറ്റും നോക്കും. ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള 80% കൂടുതൽ എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ ലൈസൻസ് തരും, അല്ലെങ്കിൽ ലൈസൻസ് തരില്ല. പിന്നീട് അതുപോലെ പഠിച്ചു വന്ന് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഒരു ലെവലിൽ തന്നെ മാഡം ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് 3 ആൾക്കാരെ റോഡ് ഫെയിലായത്, ബാക്കി 30 ആൾക്കാരും പാസ്സായി. അതുമാത്രമല്ല, മാഡം വണ്ടി ഓടിച്ച് നോക്കി, അതിൻ്റെ ക്ലച്ച്, ബ്രേക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നുള്ളത് നോക്കി, ലെഫ്റ്റ് ഡ്രൈവറെ ഇരുത്തിയിട്ട് അത് അപ്പുറത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് ഓപ്പറേറ്റ് നോക്കി, ഇതൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് അവരത് ചെയ്തത്. ബാക്കിയുള്ള സാറന്മാരും ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള ജോയിൻ്റ് ആർട്ടിമാരും അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതാണെങ്കിലും നമുക്ക് വളരെ അതിശയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇവരൊരു എൻട്രി. അടിപൊളിയായിട്ട് വന്ന് ആ യൂണിഫോം ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒരു ജോയിൻ്റ് ആർട്ടിയെ വന്ന് വണ്ടിയിൽ കയറി. അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ MBA പത്മകുമാർ സാറും പിന്നെ വേറൊരു സാറ് ആരുണ്ടായിരുന്നു, ബിനു ജോർജ്, അവർ 2 MBAമാർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയതിന് ശേഷം നാളിതുവരെ വനിതാ ജോയിന്റ് RTകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരാരും സാങ്കേതിക പരിജ്ഞാനമുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫിറ്റ്നസ് ടെസ്റ്റ്, ആക്സിഡന്റ് പരിശോധനയൊന്നും ഇത്തരം വനിതാ ജോയിന്റ് RTകൾക്കാർക്കും നാളിതുവരെ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് ഒരു വനിതാ ജോയിന്റ് RTO ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ആലോചിച്ച് നോക്കുക, ചരിത്രമായി ഇന്നത്തെ ദിവസം. യൂണിഫോം ഇട്ട ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളെ സംബന്ധിച്ചാക്കുന്ന അഭിമാനത്തിന്റെ നിമിഷമാണ്. ഈ സമയത്ത് ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്കും നന്ദി ഡിപ്പാർട്ട്മെന്റിന്റെ പേര് രേഖപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കേരളത്തിൽ വകുപ്പ് ഉണ്ടായതിനു ശേഷമല്ലേ ടെസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തേനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. പിന്നീട് ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇന്നത്തെ ദിവസമാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കേട്ടോ. 2 MBAമാരും കാര്യങ്ങൾ ആദ്യം MBA കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ആണ് ജോയിൻ്റ് RTO ഞാൻ ടെസ്റ്റ് നടത്തുന്നത് ഞാനാണ്. അപ്പോൾ ഇന്ന രീതിയിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞത് അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാൻ ഇവിടെ നടത്തുന്ന ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇതിൽ പറയാമോ? വളരെ നല്ല ക്ലാസ്സാണ് നാഷണൽ സ്കൂളിൽ നിന്ന്. എന്നെ ഉഷാറാക്കി പറയാൻ വേണ്ട, നിങ്ങൾക്ക് കിട്ടിയ അനുഭവം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നൊരു വാഹനം എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തട്ടലും മുട്ടലും ഇല്ലാതെ തിരിച്ചെത്തുന്ന ഒരു കാര്യം വളരെ ക്ലേശകരമായ സംഭവം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇദ്ദേഹം ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ അടി തരും. അതൊക്കെ നമ്മുടെ നല്ലതിന് അടിക്കലൊന്നുമില്ല. തെറ്റ് കണ്ടാ ഞാൻ പറയാറുണ്ട്, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ അത് പക്ഷേ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവരോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ. നിങ്ങളൊരു 5000 രൂപ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ 10,000 രൂപന്റെ അറിവ് കൊണ്ട് പോ, ഡ്രൈവിങ്ങിന്റെ അറിവ്. അല്ലാതെ 5000 കൊടുത്തിട്ട് 1000 റുപ്യന്റെ അറിവ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നിന്നിട്ട് 4000 നഷ്ടപ്പെടുത്തും. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അത് അവിടേക്ക് എത്താത്ത ആൾക്കാരെ ആ അറിവിന് വേണ്ടിയിട്ട് കുറച്ച് പ്രഷർ ചെയ്യുമ്പോൾ അവർക്ക് വഴക്ക് പറയണ പോലെയൊക്കെ തോന്നും. അതിനെ കാര്യമാക്കൊന്നും വേണ്ട. ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാവരും ഇദ്ദേഹത്തിന്റെ സ്കൂളിൽ തന്നെ വന്ന് പഠിക്കണമെന്നാണ് എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രൈവിംഗ് സ്കൂളൊക്കെ എന്നെ അടുത്ത് പഞ്ഞിക്കിടുന്ന എനിക്ക് തോന്നുന്നത്. ഒരു ആവേശത്തിൽ ഇത് പറയണ്ട, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട. പ്രമോഷൻ അല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഞാൻ പാലക്കാട് ജില്ലയിൽ, ഞാൻ ഷൊർണൂരിൽ നിന്നാണ്. ഏകദേശം ഒരു 4 ഡ്രൈവിംഗ് സ്കൂളുകളോളം ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ അവരുടെ ഇത് മെയിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ മാത്രം, നമുക്ക് ലൈസൻസ് കിട്ടണ്ടേ എന്നുള്ള ഒരു ഉദ്ദേശമല്ല. അങ്ങനെ ഇദ്ദേഹത്തെ ഞാൻ സമീപിച്ചപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ കാര്യം റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിനോടുള്ള താല്പര്യം എന്താണെന്നുള്ള കാര്യം അറിഞ്ഞത്. തീർച്ചയായിട്ടും പൂർണ്ണമായും മനസ്സിൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഫോണിലൂടെ അന്വേഷിച്ചപ്പോൾ നേരിട്ട് വരാൻ പറഞ്ഞു. അല്ല, ആവശ്യമില്ല ഉള്ളത് പറയണം. കാരണം അത് അറിയണം. കാരണം ജനങ്ങള് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൈസയുടെ വിഷയമല്ല. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വണ്ടി നോർമലി ഓടിക്കാൻ അറിയുന്ന ആളാണോ വെച്ചാൽ ഞാൻ 4 വീലർ ഓടിക്കാൻ അറിയുന്ന ഒരാളാണ്, എന്നാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്നു പറഞ്ഞു. ദൈവത്തിന്റെ ഒരു സഹായം കൊണ്ടും ഇദ്ദേഹത്തിന്റെ 30 പേർക്കും കിട്ടിയത് ഇത് പ്രമോഷൻ അല്ല, വീണ്ടും പറയുകയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ആൾക്കാർ ഇവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ മുന്നിലെ വീഡിയോകളിലുണ്ട്. അത് കേൾക്കുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം പറയാറുള്ളൂ, കൃത്യമായി വണ്ടി ഓടിക്കാൻ അറിയാതെ ഞാൻ ടെസ്റ്റിന് കേട്ടില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ടെസ്റ്റ് കൊടുത്ത് അതിൽ എൻ്റെ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ഇവർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുള്ളൂ. ഞാൻ ഫിൽറ്റർ ചെയ്യാതെ വിടുന്നില്ല. അവൻ അറിവില്ലെങ്കിൽ അവനെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ എനിക്ക് ഡ്രൈവർ ആകണം, എനിക്ക് പഠിക്കണം, എനിക്ക് അതാണ് വേണ്ടുന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചോ. എൻ്റെ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എൻ്റെ നമ്പർ കാണും. ബാക്കിയുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട? എന്താ അല്ല നമ്മുടെ എവിടെ വീട് എവിടെയാ? ഞാൻ വടക്കഞ്ചേരിയാണ്, പാലക്കാട് വടക്കഞ്ചേരിയാണ്. അവിടുന്ന് ഇവിടെ വന്ന ഡ്രൈവിംഗ് പഠിപ്പിച്ചു. ലൈസൻസ് പക്കയായിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തു തരുകയും ചെയ്തു. ഞാൻ ഇയാള് വന്ന് ആദ്യം ഓടിക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആര് പറഞ്ഞിട്ട് അവിടെ വന്ന് ചേർന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇവിടെ പോയാൽ നിങ്ങൾ ഡ്രൈവറായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വേണ്ടിട്ട് വന്നതാണ്. അത് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് എനിക്ക് വേറൊരു ലെവലായി. പിന്നെ എൻ്റെ ടാർഗറ്റ് മുഴുവനും ഇയാൾ ഒറ്റ ചാൻസിൽ പാസ്സാകണം, അയാൾക്ക് ആ ഡ്രൈവിങ്ങിൻ്റെ മാക്സിമം എനർജി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ട്രയലുകൾ ഞാൻ പറഞ്ഞ സമയങ്ങളിൽ വന്ന് എടുത്തു. അതിൻ്റെ ഗുണം കിട്ടിയോ ഇല്ലയോ? കിട്ടി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? അപ്പോൾ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഹെവി എടുക്കണം, ലൈസൻസ് മാത്രമല്ല കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന രീതിയിലാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോൾ ചെയ്തുതരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് I am Jagdish for National Driving Institute.